ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാംഗോ ലസ്സിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാംഗോ ലസ്സി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ തരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് എല്ലാവർക്കും ഒന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാങ്ങ നന്നായിട്ട് കഴുകി ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നല്ല. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തപ്പം നല്ല രസമായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് പഴുത്തയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ തൊലി കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്തപ്പം വീഡിയോയിൽ നല്ല രസമായിട്ട് കണ്ടതുകൊണ്ട് ആണിതൊന്ന് കാണിക്കുന്നത്. അപ്പം ഞാനിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായി പഴുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഹാർഡായിട്ട് തോന്നത്തില്ല. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ നമ്മൾ മറ്റേ സ്ലൈസിൻ്റെ ഫ്രൂട്ട് ജ്യൂസിലൊക്കെ കാണുന്ന അതേ ഒരു ടെക്സ്ചറിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിലും എടുക്കാം. ഞാനപ്പോൾ ഇതിൻ്റെ ഒരു തൊലിയെല്ലാം മാറ്റി എല്ലാം ഒന്ന് മാങ്ങ എല്ലാം ഒന്ന് അതിൻ്റെ ഫ്ലഷ് മാത്രം ഒന്ന് എടുത്തിട്ട് വരാം. മാങ്ങയുടെ ഫ്ലഷ് ഞാനിതുപോലെ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഈ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് ഇതിനകത്തിൽ ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ നന്നായിട്ട് ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാൻ. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഈ തയ്യാറാക്കി വെച്ച ആ ഒരു മാംഗോ പൾപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഗാർണിഷിങ്ങിനാണ്. ഇതിനകത്തിലോട്ട് ഇനി ഞാൻ 2 ടേബിൾ സ്പൂണ് ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്താണ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയത്. ടോട്ടൽ ഇപ്പം 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു മാങ്ങയ്ക്ക് കറക്റ്റാണ് ഈ ഒരു 3 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിനകത്തിലോട്ട് നല്ല കട്ട തൈര്, അതും നല്ല തണുത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം തണുത്ത തൈരാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പം ഒരു 1/2 കപ്പാണ് ഈ ഒരു മാങ്ങയ്ക്ക് ചേർക്കുന്നത്. ഇതിനകത്തിലോട്ട് കാടമം, ഏലക്ക പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അരയ്ക്കുക. അതുപോലെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ പൾപ്പ് ഇതിനകത്ത് ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരച്ച ആ ഒരു തൈര് ചേർത്ത് അരച്ച ആ ഒരു ലസ്സി ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഈ ഒരു തൈര് നല്ല തണുത്ത തൈരല്ല ഒഴിച്ചിരിക്കുന്നെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കൊരു ഐസ് ക്യൂബൊക്കെ ഇടാവുന്നതാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഓപ്ഷനിലാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡിഫറൻസ് വരുത്താവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ കുളിർമ തരുന്ന ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.